MDM കഴിക്കുന്തോറും ഉന്മാദ ലഹരിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കെമിക്കൽ ലഹരി വസ്തു. കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ കെറ്റമീൻ, മരിജുവാന തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ബഹളമാണ്. ഇത് വിൽപ്പന നടത്തി കോടികൾ കൊയ്യുന്ന ഒരു വിഭാഗം മരച്ചുവട്ടിൽ നിൽക്കുന്ന തവളകളെ പോലെ വീർത്ത് മൺകൂനയ്ക്കുള്ളിൽ തങ്ങി കഴിയുന്നു. ഇത് കഴിക്കുന്നവരാട് ഉന്മാദ ലഹരിയിലേക്ക് പോയി, ബോധാവസ്ഥയിൽ നിന്ന് അബോധാവസ്ഥയിലേക്ക് പോയി ശരീരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു വസ്തുവായി മാറുന്നു. ഇത് വളരുന്നത് സോംബി മനുഷ്യരെ പോലെ ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് കഴിക്കുന്തോറും അതിൻ്റെ രുചിയിലേക്ക് ആഴ്ന്നിറങ്ങി മനസ്സിനെ ഒരു വിഭ്രാന്തിയിലേക്ക് എത്തിക്കുന്ന മഹാവിപത്താണ് MDM. ചെറിയൊരു അംശം മതി അതിൽ അഡിക്റ്റായി അത് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. അത് സ്റ്റാമ്പ് രീതിയിലും അതുപോലെ ചോക്ലേറ്റിൻ്റെ രീതിയിലും വരുന്നുണ്ട്. ഇത് വളരെ മഹാവിപത്താണ്. എന്നാൽ ഇത് വിറ്റ് ലാഭം കൊയ്യുന്ന ഒരു വിഭാഗവും ഉണ്ട്. ഇവരെയാണ് നമ്മൾ മനുഷ്യ ജീവിതത്തെ ഭ്രാന്തൻ ചിന്തയിലേക്ക് നയിക്കുന്ന ഒരു സാധനമാണിത്. ഇത് കഴിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇത് ആ നാടിൻ്റെ പരിതാപകമായ അവസ്ഥയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന് പ്രധാന കാരണം വീട്ടിൽ ഒറ്റപ്പെടുന്ന ഇംഗ്ലീഷ് മീഡിയം എന്ന മഹാവിപത്താണ്. പലരും ഇന്ന് കുട്ടികളെ പഠിക്കാനുണ്ടായിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം എന്ന സ്കൂളിലേക്കാണ്. ഇവിടെ കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യവും ലഭിക്കുന്നില്ല. രാവിലെ പോകുന്നു, പഠിക്കുന്നു, വൈകിട്ട് വീട്ടിൽ വന്ന് ട്യൂഷൻ, പിന്നെ പഠിപ്പ്, വീട്ടുകാരുടെ പഠിപ്പ്, പിന്നെ രാവിലെ പഠിപ്പ്, യൂണിഫോം, സോക്സ് ഇടല്, ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്വസ്ഥതയും അവർക്ക് കിട്ടുന്നില്ല, ഒരു എൻജോയ്മെൻറ്റും അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന ഒരു സംഭവമാണിത്. ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നമ്മുടെ സംസ്കാരമല്ല പഠിപ്പിക്കുന്നത്, വിദേശ സംസ്കാരമാണ് പഠിപ്പിക്കുന്നത്. ഈ കോട്ടും ടൈയും ഇട്ട് കാണുമ്പോൾ പലരും ഭ്രമിച്ചാണ് പല കുട്ടികളെയും അവിടെ ചേർക്കുന്നത്. ഈ കോട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അവിടുത്തെ രാജ്യങ്ങളിലൊക്കെ തണുപ്പ് കൂടുതലാണ്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ട്. അതുപോലെ ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തണുപ്പ് കാറ്റ് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ടൈ കിട്ടുന്നത്. ഇത് നമ്മളെ നാട്ടിൽ ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ മഴ, അതുപോലെ ചൂട്, അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇംഗ്ലീഷുകാർ കോട്ടും ടൈയും അതുപോലെ ഷൂസും ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അതാ ഏറ്റവും വലുത് എന്നുള്ള നിലയാണ് നമ്മുടെ ചിന്താഗതി. നമ്മൾ നമ്മുടേതായ ചിന്താഗതിയാണ് വളർത്തേണ്ടത്. ഈ സോക്സിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞത്, ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒരു പ്രത്യേകതര സോക്സ് ഉണ്ട്, കളറിലുള്ളത്. ഇത് ലോകത്തെങ്ങും മേടിക്കാൻ കിട്ടില്ല, ഒരു കടയിലും മേടിക്കാൻ കിട്ടില്ല. അത് ഈ സ്കൂളിൽ നിന്ന് തന്നെ മേടിക്കണം. അവർ 2 പെയർ സോക്സാണ് കൊടുക്കുന്നത്. ഇത് കഴുകി ഉണക്കി റെഡിയാക്കി കൊടുക്കുന്നത് ഒരു വീട്ടമ്മമാർക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് അത് കടന്നു പോകുന്നത്.
അതുപോലെ ഈ സ്കൂളുകളിലൊന്നും സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. ഏതു നേരം പഠിക്കുക ഇങ്ങനെ ഒരു ചിന്താഗതി വരും. അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കളും അതിനനുസരിച്ച് പഠിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലൂടെ വേണം കടന്നു പോകാൻ. അവർക്കും അതിൻ്റേതായ അറിവ് വേണം. ഇങ്ങനെ സ്ട്രെസ്സിലൂടെയാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കടന്നു പോകുന്നത്. മലയാളം മീഡിയത്തിൽ ഇതൊന്നും ഇല്ലയെന്നല്ല, എങ്കിലും ഒരു കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികൾക്ക് കളിക്കാം, മാനസിക ഉല്ലാസം കിട്ടും. അതുപോലെ നേരം ഇങ്ങനെ പഠിക്കുക അങ്ങനെ ഒരു ചിന്താഗതിയില്ല. അപ്പോൾ നമ്മുടെ സംസ്കാരം തന്നെ പഠിപ്പിക്കാവുന്ന തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറണം. അപ്പോഴാണ് ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടുക. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് മാനസിക ഉല്ലാസം വേണം. ഇതില്ലാതെ വരുമ്പോഴാണ് അവർ മറ്റു മാർഗങ്ങളിലേക്ക് പോകുന്നത്.